എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിവ്യ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഇറ്റലി ഫാം ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത പെർഫ്യൂംസ് കളക്ഷൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ക്രീമുകൾ, സെറംസ് അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെയൊന്നും എൻ്റെ സ്കിൻ അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളല്ല. ഒത്തിരി ബ്യൂട്ടി പ്രൊഡക്ഷൻസ് ഒന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ മാക്സിമം മേക്കപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ്, സെറം, പിന്നെ മോയ്സ്ചറൈസേഷൻ ക്രീം, പിന്നെ ഒരു ഐലൈനർ, പൊട്ട്, കൺമഷി, ഇത്രയേ ഉള്ളൂ. മാക്സിമം ഒരു ലിപ്സ്റ്റിക്ക്, അത്രയും ഞാൻ എൻ്റെ ഒരു നോർമൽ മേക്കപ്പ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാനൊന്നും പ്ലെയിൻ ഫേസ് ആണ്, ഒരു കൺമഷി എഴുതിയിട്ടുണ്ട്, ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഞാനൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ അങ്ങനെ വല്ല ഫങ്ഷൻസൊക്കെ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഫൗണ്ടേഷൻസ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അതും റെയറായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വന്നിരിക്കുന്നത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് വാഷാണ്. അത് ആമസോണിൽ കിട്ടും, കാണിക്കാമേ. ഇത് ക്ലിയർ പൗലാസ് ചോയ്സ് എന്നാണ്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാണിക്കാമേ. ഇതാണ് ഒരു ക്ലെൻസറാണ്, പ്യുവർ നോർമലൈസിങ് ക്ലെൻസറാണ്. ഞാൻ സാധാരണ മേക്കപ്പ് കിട്ട് കഴിയുമ്പോഴോ ഒക്കെ മേക്കപ്പിന് മുന്നോ അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഡെയിലി ഞാൻ ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു ഫേസ് വാഷാണ്. ഫേസ് വാഷിനേക്കാൾ അപ്പുറം ഇതൊരു ക്ലെൻസറാണ്, ക്ലീനർ. നമ്മുടെ ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല ഒത്തിരി പ്രൊഡക്ട്സ് ഒന്നും. ഇത് ഞാൻ പക്ഷെ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, നല്ലതാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫേസ് വാഷിന് ശേഷം ഞാൻ നന്നായിട്ട് ഫേസ് ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാനൊരു സെറം ഉപയോഗിക്കും. അത് ഞാൻ രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കാറുണ്ട്. രാവിലെ ഇപ്പം നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു സെറം ഉപയോഗിക്കാറുണ്ട്. ഫ്ലോറൻസിൻ്റെ ബയോ കോസ്മെസിയുടെ ആണ് ഇത്. വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അച്ചുതലൊക്കെ ഉള്ളതാണ്. ഇത് പ്രൊഫഷണൽ ഫേഷ്യൽ സെറമാണ്, നല്ലതാണ്. അതല്ല ഇപ്പോൾ സമ്മറിലൊക്കെ ആണെങ്കിൽ ഞാൻ സെറം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പം വിൻ്റർ തുടങ്ങിയതോടുകൂടി ചെറിയ തണുപ്പും കാറ്റുമൊക്കെ തുടങ്ങിയതുകൊണ്ട് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ മോയ്സ്ചറൈസേഷൻ ക്രീമും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസേഷൻ ക്രീം CeraVe. നല്ല ഒരു ഇവിടുത്തെ ഡോക്ടേഴ്സ് പോലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസേഷൻ ക്രീമാണ്. ഇവിടുത്തെ ഫാർമസിയിലും കിട്ടും, ആമസോണിൽ കിട്ടും, കടകളിലൊക്കെ കിട്ടും. കടകളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടുത്തെ ഫാർമസിയിലും ആമസോണിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പിള്ളേർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോയ്സ്ചറൈസേഷൻ. മോളുടെ ആണെങ്കിലും ഫൗസ്റ്റീനയുടെ ആണെങ്കിലും മിക്കയുടെ ആണെങ്കിലും സ്കിൻ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഡോക്ടർ റെഫർ ചെയ്ത ഒരു മോയ്സ്ചറൈസേഷൻ ക്രീമാണ് CeraVe. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഏറ്റവും നല്ല ഒരു ക്രീമാണ്, മോയ്സ്ചറൈസേഷൻ ക്രീമാണ് ഈ CeraVe. അത് ഞാൻ ദേഹത്തും മൗത്തും ഒക്കെ തൂക്കാറുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഫോർ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ എഴുതിയിട്ടുണ്ട്, കണ്ടോ. നല്ലൊരു ഡെർമറ്റോളജിസ്റ്റ് അപ്രൂവ് ചെയ്ത ഒരു ക്രീമാണ്. വേറെ ഒരെണ്ണമുള്ളത് ഇതാണ്, ഷോളിൻ്റെ ഹൈഡ്രേഷൻ ബൂസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതും ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് കാലാണ് ഉപയോഗിക്കുന്നത് ഞാൻ. ഇത് സ്പെഷ്യലി ഫോർ കാലിനുള്ളതാണ്. എൻ്റെ പടവും കൊടുത്തിരിക്കുന്നുണ്ടോ. ഇതൊക്കെ തന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റുകളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ ഇതൊക്കെ കിട്ടുമെന്ന്. പിന്നെ നാട്ടിലെ വെതർ എന്ന് പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്ന് തോന്നുന്നു. ഇതും ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഡ്രൈ സ്കിൻ ആയിട്ട് ഉള്ളവർക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് ഞാൻ കൂടുതൽ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴേക്കും സോക്സ് ഉപയോഗിക്കും. പിന്നെ എൻ്റെ കാല് പർട്ടിക്കുലർ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ഞാൻ വിൻ്റർ തുടങ്ങുമ്പോഴും ഈ സോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് സോക്സ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേയും ഡ്യൂട്ടി വന്നു കഴിഞ്ഞ് കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഈ ക്രീം നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്.
നല്ലൊരു ക്രീമാട്ടോ ഇതും കാൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോയ്സ്ചറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതാണ്. ഇത് എക്സ്പേർട്ട് കെയർ ആണിത്. നല്ലൊരു ക്രീമാണ്. ഷോളുണ്ട്. പിന്നെ ഞാൻ ഹൈലൈറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് വേറൊരു പ്രൊഡക്റ്റാണ് ഇത്. ഡോക്കിൻ്റെ അണ്ടർ ആം ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മുടെ അണ്ടർ ആംസിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടിരിക്കും. അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും. അത് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ഹെയറൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേസർ വഴിയിട്ട് അല്ലെങ്കിൽ ട്രിമ്മർ വഴി അങ്ങനെയൊക്കെയാണ് സാധാരണ അങ്ങനെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകാറ്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് അണ്ടർ ആംസിൽ ചിലപ്പം ഞങ്ങൾ പെൺകുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ഈ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്ക് നമ്മൾ കൈയൊക്കെ പൊക്കുമ്പോഴേക്കും അങ്ങനെ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു സ്പ്രേ ആണ്. ഇത് ഞാൻ രാവിലെ വൈകുന്നേരം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇത് രണ്ട് പഫ് അടിച്ചാൽ മതി. ഇങ്ങനെ ഉണ്ടോ, 2 പഫ് അടിച്ച് ഒരു സ്മെല്ലുണ്ട് അതിന്. അത് നല്ലൊരു സ്മെല്ലല്ല, നല്ല പെർഫ്യൂം പോലത്തെ ഒരു സ്മെല്ലല്ല, ഒരു മെഡിക്കലി ഒരു മരുന്നിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അണ്ടർ ആംസിൽ മാത്രമല്ല ഉപയോഗിക്കാവുന്നത്. കഴുത്തിന് ബാക്കിൽ ഈ കായയുടെ മുട്ടയിലൊക്കെ ഇങ്ങനെ ഈ ഡാർക്കായിട്ട് പിഗ്മെൻറ്റേഷൻ വരാറുണ്ട്. അപ്പോൾ അതിന് പ്രിഫർ ചെയ്യുന്ന നല്ലൊരു സാധനമാണ്. ഇതൊത്തിരി ഞാൻ റിവ്യൂസ് വായിച്ചിട്ടുള്ളതാണ്. ഞാൻ യൂട്യൂബിൽ പലരും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വായിച്ച് നോക്കിയതാണ്. ഞാൻ ഇതിന് മുൻപ് പല പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്ര എഫക്റ്റ് ഉണ്ടായിട്ടില്ല. നാച്ചുറലായിട്ടൊക്കെ ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അത്ര ബ്യൂട്ടി കോൺഷ്യസ് അല്ല. പണ്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും നോക്കാറില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സൊക്കെ ഇതാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോയുടെ ചില ഭാഗങ്ങളിൽ മോളുടെ ഒച്ച കേൾക്കാം, എന്നെ വിളിക്കുന്ന ഒച്ച കേൾക്കാം. ഞാൻ അവളെ കളിക്കാൻ ഇരുത്തിയിട്ട് വന്നിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവളുടെ കാർട്ടൂണിൻ്റെ മ്യൂസിക്കുകളൊക്കെ ഇടയ്ക്ക് കേൾക്കാം, അത് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ സന്ധിക്കുന്നവരെ നന്ദി, നമസ്കാരം.